Hey guys, welcome back to our YouTube channel. So, ഇന്ന് നമുക്ക് കുറച്ചധികം പരിപാടി ഉണ്ട്. അപ്പം വി തോട്ട് ഓഫ് ഒരു വീഡിയോ എടുക്കാം, വ്ലോഗ് ആക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു പ്ലാനിലാണ് നിലവിലിപ്പം. അപ്പം നമുക്ക് 11 മണിക്ക് സ്ഥലത്തെത്തണം. പക്ഷെ ഇപ്പൊ 10 മണിയായി. കറക്റ്റ് സ്ഥലവും പറയാൻ പാടില്ല. 48 വേണം ഇനി പോവാനായിട്ട്. ടൈം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഇതുമായിട്ട് കണ്ടുപിടിച്ചിട്ട് അപ്പോൾ നമ്മള് ഇന്നൊരു സലൂണിലാണ് പോണത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ലൈഫ് സലൂൺ കേട്ടിട്ടുണ്ടാവും വിചാരിക്കും. അപ്പൊ അവിടെ ഒരു കഴിഞ്ഞ മന്തെന്തുവാന്ന് തോന്നുന്നു. അപ്പൊ ഇതിലേക്ക് നമ്മുടെ ജസ്റ്റ് ഫ്രണ്ട്സിന്റെ മെൻഷൻസാരൊക്കെയാണ്. അപ്പം എനിക്കും നിലൂരും കിട്ടിയായിരുന്നു. അപ്പം ഇന്നാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയേക്കണത്. നമ്മള് അങ്ങനെ പോണത് വിശേഷങ്ങൾ കാണാം നമുക്ക്. പിന്നെ വേറെ വിശേഷങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ്സൊക്കെയാണ്. അപ്പം വേറെ ടൈമൊന്നും കിട്ടാറില്ല. കുട്ടി ഷോർട്സ് ഒക്കെ ഇൻസ്റ്റയിലല്ലാണ്ട് വ്ലോഗാക്കാനുള്ള ഗ്യാപ്പൊന്നും ഇല്ല. അതാണ് യൂട്യൂബ് ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തത്. ആഗ്രഹമുണ്ട്, പക്ഷെ സമയം കിട്ടുന്നില്ല. എന്താണ് അങ്ങനെ. പിന്നെ നൈസായിട്ട് മറ്റേ കറക്റ്റല്ലോ വരില്ല, ഇങ്ങോട്ട് വരില്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഫോൺ വിളിച്ചിട്ടാണ് ഇപ്പൊ വന്നത്. ഇങ്ങോട്ട് വാടി. സോ മിലു വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അവരുടെ ഗിവ് അവേ കിട്ടിയായിരുന്നു. അപ്പൊ ഇന്ന് 11 മണിക്കാണ് അവരുടെ അപ്പോയിന്റ്മെന്റ് വന്നിരിക്കണത്. പക്ഷെ ഇപ്പൊ 10:15. സോ നമുക്ക് സ്ഥലം പോലെ അറിയാമുള്ളതാണ് വേറെ കാര്യം. അപ്പം നമുക്ക് ബാക്കി ഇന്നത്തെ വിശേഷങ്ങളൊരു വ്ലോഗ് ആക്കിയിട്ടിടാം നമ്മൾ വിചാരിച്ചു. സോ നമുക്ക് ബാക്കി കാണാം. നഗരത്തിരയിൽ നീരാടിപ്പാടിക്കൊണ്ട് ഒഴുകും മറയെന്നം പോലൻ പെണ്ണാട്. തൊടിയിൽ കളി വീടുണ്ടാക്കും കാലം തൊട്ടേ പതിവായി കനവിൽ ഞാൻ കണ്ടോള്. സലൂണിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് നേരെ കൗസർ മന്തി പോയി മന്തിയും കഴിച്ച് മുന്നേ വരവാണിത്. രാവിലെ പോയതല്ലേ, നല്ല വിശപ്പായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നും പോയി. ഫോണിലാണെങ്കിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. സോ ബാക്കി വിശേഷങ്ങൾ വീട്ടിലെത്തിയിട്ട് പറയാം. സോ നമ്മള് പോയി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് വീട്ടിലെത്തിയപ്പം എത്ര മണിയായി? 7:30 കഴിഞ്ഞു. ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങിയപ്പം 5:30 കഴിഞ്ഞു. 6 മണി അടുത്ത് ആകാറായി. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് എത്തി, ഫ്രഷായി. ഇതാണ് റിസൾട്ട്. നിലവിന് ഇഷ്ടപ്പെട്ടില്ല. അതായത് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം എനിക്ക് ഏകദേശം ഈ ഒരു കൈൻഡ് ഓഫ് ഹെയർ ആണ്. അത് കുഴപ്പമില്ല. പഴയ മുടി കാണാൻ പിന്നെ നമ്മള് വെട്ടി കളഞ്ഞു എടുത്ത അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. വെട്ടിയപ്പോഴേ ആ ഹെയർ സ്റ്റൈലില് നല്ല ഭംഗിയായിരുന്നു ഇതില് കാണാൻ. ആ വേവി കിടന്നപ്പം നല്ല ഭംഗിയായിരുന്നു. ഇത് വെട്ടിയപ്പം ഫുൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കണം. പക്ഷെ
അപ്പൊ നമ്മുടെ അടുത്തത്തെ കുട്ടി വ്ളോഗ് എത്ര വരെ ഉണ്ടാവും എനിക്കറിയില്ല. മിക്കവാറും ഭയങ്കര ചെറുതായി പോകുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കൊറേയൊക്കെ എടുക്കാൻ മറന്നുപോയി. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ എടുത്തില്ല. അതെ, അവിടെ മുതലേ വിശക്കണം പറഞ്ഞ വന്നത്. സോ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോഴേക്കും ബൈ.